നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 ബുധനാഴ്ചയാണ്. കന്നി 22. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നാണ് ഇന്ത്യയുടെ കരുത്തായ ഇന്ത്യൻ വ്യോമസേനയുടെ ദിനമാണ്. ഭാരതീയ വായുസേന സക്ഷം സശക്തം ആത്മനിർഭർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. ആഘോഷത്തിന്റെ ഭാഗമായി പരേഡുകളും ആകാശ പ്രദർശനവും ഒക്കെ ഉണ്ടാവും ഈ ദിവസം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച അന്വേഷണം. അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കാനിരിക്കെ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാതലത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് BJP ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇനി അന്വേഷണം ഏത് നിലയിൽ എന്നതാണ് ചോദ്യം. മാത്രമല്ല, പ്രതിപക്ഷവും BJPയും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഏതാനും ചില ഉദ്യോഗസ്ഥർ തലയിൽ ഈ കുറ്റമെല്ലാം ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ നടത്തുന്നത്, അല്ലെങ്കിൽ LDF പ്രതിനിധികൾ നടത്തുന്നതെന്നാണ്. ആ ഘട്ടത്തിൽ ഇവരിലേക്ക് കൂടി ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളുമൊക്കെ ഈ തട്ടിപ്പൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വെട്ടിപ്പ് നടക്കുമ്പോൾ അതിന് കൂട്ടുനിന്നോ, ഇവരുടെ അനുവാദത്തോടു കൂടിയാണോ ഇതൊക്കെ നടന്നതെന്ന്? ഗോകുൽ, ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും ഗുരുതരമായ പുതിയ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണമാണ് ദേവസ്വം വിജിലൻസ് നടത്തുന്നത്. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് സമർപ്പിക്കും. അതിന് മുന്നോടിയായി പരമാവധി തെളിവുകളും വിവരങ്ങളും ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ദേവസ്വം വിജിലൻസ്. കഴിഞ്ഞ ദിവസമാണ് ഈ ശബരിമലയിൽ എത്തി ഈ സ്വർണ്ണപ്പാളികളുടെ താരതമ്യ പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം പൊതിഞ്ഞ പാളി കൊണ്ടുപോയി പിന്നീട് തിരികെ സ്ഥാപിച്ചത് മറ്റൊരു പാളി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഉൾപ്പെടെ ദേവസ്വം വിജിലൻസ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് നേരത്തെ ഉണ്ടായിരുന്ന കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. നിലവിൽ ഈ 3 ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ള മുരാരി ബാബുവും അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷും ഒപ്പം ഈ മറ്റ് ഉദ്യോഗസ്ഥർ തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു ഇവരിലേക്ക് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ 2019 അപ്പുറവും ഇപ്പുറവുമുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി വിശദമായ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ഒപ്പം ഈ കൂടുതൽ പേർക്ക് എതിരെ നടപടി ഉണ്ടാകുന്ന കാര്യത്തിലും ഇനി സാധ്യത ഉണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിലടക്കം വലിയ പ്രതിഷേധം ഇന്നും തുടരാനാണ് സാധ്യത. തുടർച്ചയായി സഭ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ കക്ഷി നേതാക്കൾ അംഗങ്ങളായ കാര്യോപദേശക സമിതി യോഗം സ്പീക്കർ വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഭാ നടപടികൾ അല്ലെങ്കിൽ ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലത്തേതിനും അതിന് തൊട്ട് ദിവസത്തേതിനും സമാനമായി ഇന്നും ഈ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവയ്ക്കും വരെ ഈ സമരം തുടരും. സഭയ്ക്ക് അകത്തും പുറത്തും അത്തരം സമരം തുടരും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ട BJPയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചും ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. അതും വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു സഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ദേവസ്വം ബോർഡ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അതായിരിക്കും സർക്കാർ ഒരു പ്രതിരോധമായി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അപ്പോഴും ഈ സ്വർണ്ണപ്പാളികൾക്ക് സമാനമായി ഈ സ്വർണ്ണപ്പാളികൾക്ക് മുമ്പ് ശബരിമലയിലെ കട്ടളയും ചെമ്പെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട ഉത്തരവ് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ സർക്കാരും ദേവസ്വം അത് തന്നെയാണ്. കട്ടള കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ കൈമാറിയിരുന്നു. അവിടെയും അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ഈ ഇതുവരെയും കട്ടളയിലേക്ക് ഒരു അന്വേഷണം പോയിരുന്നില്ല. അത് മുഴുവനായും കട്ടളയും നടയും പടിയും ഒക്കെ വീണ്ടും പുതുതായി നിർമ്മിച്ച് സമർപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ല, മുമ്പിരുന്നത് അങ്ങനെ കൈമാറി, അതും അപ്പോഴും ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇന്നലെ മുരാരി ബാബുവിന്റെ വായിൽ നിന്ന് അറിയാതെ വന്നതോ അല്ലെങ്കിൽ പറഞ്ഞു പോയതോ ആണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് കൂടി ഈ ദ്വാരപാലക ശില്പത്തിന് പുറത്തേക്ക് കുറച്ചുകൂടി വിപുലമായ അന്വേഷണം വേണ്ടി വരില്ലേ?
ഗോകുൽ, തീർച്ചയായും ഈ ഉദ്യോഗസ്ഥരായാലും ദേവസ്വം ബോർഡിലെ നേരത്തെ ചുമതല വഹിച്ചിരുന്നവരായാലും പരസ്പരം പഴിചാരുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. മാത്രമല്ല, ഈ സ്വർണം പൊതിഞ്ഞിരുന്നു 98-99 കാലത്ത് ഈ കട്ടളയിലും ഈ സ്വർണ്ണ പാളികളിലും സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്നത്തെ ഇതിന് മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ അത് ചെമ്പാണ് എന്ന് പറയാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 2019 ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പാണ് എന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അതിലുണ്ടായിരുന്ന സ്വർണം എവിടെ പോയി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ 1.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 1.5 കിലോയോളം സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം ഉയരുന്നു. അതേപോലെ തന്നെയാണ് ഈ കട്ടളയിലും ഉണ്ടായിരുന്ന സ്വർണം മാറ്റി അത് എവിടെ പോയി, അല്ലെങ്കിൽ അത് എവിടെ എന്ത് തരത്തിൽ അതിലൊരു കൃത്രിമം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ഒപ്പം ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അവിടെ ഉണ്ടായിരുന്ന ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണ് നിലവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഭരണ അംഗങ്ങൾക്കുൾപ്പെടെ ഇതിൽ കൂട്ടുത്തരവാദിത്വമുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒന്നും തന്നെ നിലവിൽ നടപടികളോ അങ്ങനെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല. ഇനി പ്രത്യേക അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആ ഒരു നടപടിയിലേക്ക് കടക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ വെള്ളിയാഴ്ച ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ കൂടുതൽ നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഗോകുൽ, പ്രതീക്ഷ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ PS പ്രശാന്ത് പറയുന്നുണ്ട്, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടുതൽ പേർക്കെതിരെ അന്വേഷണം വരും, അത് ചിലർക്ക് പ്രകോപനപരമായി മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മുരാരി ബാബുവിന്റെ ഒരു സസ്പെൻഷനിൽ ആ ഒരു നടപടിയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങരുത് എന്ന് പറയുന്ന അത്തരത്തിൽ വിമർശിക്കുന്നവരുമുണ്ട്. അപ്പോൾ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കാൻ ഇതിന് കഴിയുമോ? അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷം ഇന്ന് എന്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉയർത്തുന്നത്? ക്രിസ്റ്റീന, ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ മുരാരി ബാബുവിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാനും ഒപ്പം മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ തടഞ്ഞുവെക്കാനുമുള്ള നടപടി സ്വീകരിച്ചത് പോലും നിലവിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ മുനയൊടിക്കാനാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യത്തിൽ തങ്ങൾ നടപടി സ്വീകരിച്ചു എന്നുള്ള ഒരു കാര്യം അത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത്. സർക്കാരിൻ്റെ ഉൾപ്പെടെ ഒരു നിർദ്ദേശം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് മാത്രം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോടുകൂടി അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൽ ചെമ്പ് പാളി എന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് പരിശോധിക്കേണ്ടത് അതിന് മുകളിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അത് പരിശോധിച്ചില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നു. അതിന് മുകളിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം കമ്മീഷണർ ഉണ്ട്, ദേവസ്വം സെക്രട്ടറി ഉണ്ട്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിട്ടും ഒരു ഉദ്യോഗസ്ഥന്റെ വീഴ്ച മറ്റുദ്യോഗസ്ഥർ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണോ ഉണ്ടായത്? ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ സമ്മതം ഈ ഇടപാടുകൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയപരമായും ഒപ്പം അത്തരത്തിൽ വലിയ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലടക്കം സമഗ്ര അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകും. കൂടുതൽ പേരൊക്കെ തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ക്രിമിനൽ നടപടികളിലേക്ക് പോകാനുള്ള സംവിധാനം നിലവിൽ ദേവസ്വം വിജിലൻസിലില്ല. പക്ഷേ പുതിയ അന്വേഷണ സംഘം വരുന്നതോടുകൂടി തന്നെ ഈ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങളുമായി MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. വ്യാജ സിറപ്പുകൾ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡുകളുടെ രാജ്യവ്യാപക പരിശോധന പുരോഗമിക്കുകയാണ്. ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിൽ ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് മരിച്ച കുട്ടികളുടെ എണ്ണം 20ആയി. ചുമമരുന്ന് കഴിച്ചതിന് പിന്നാലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുട്ടികൾ മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പഞ്ചാബിലും കോൾഡ്രിഫ് കഫ് സിറപ്പിന് നിരോധനം ഏർപ്പെടുത്തി. ഇന്ന് 93ാമത് ഇന്ത്യൻ എയർഫോഴ്സ് ദിനമാണ്. വ്യോമമേഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സേനാ വിഭാഗമാണ് ഇന്ത്യൻ എയർഫോഴ്സ്. ഓപ്പറേഷൻ സിന്ദൂറിലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് പ്രകടമായി. 62 വർഷം വ്യോമസേനയ്ക്ക് തുണയായി നിന്ന മിഗ് പോർ വിമാനങ്ങൾ സേവനത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷമുള്ള ആദ്യ എയർഫോഴ്സ് ദിനം കൂടിയാണ്. ഗ്ലോബൽ ഫയർ പവർ 2025 പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വ്യോമസേനയാണ് ഇന്ത്യയുടേത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1932 ഒക്ടോബർ 8-നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്.
തുടക്കത്തിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950-ൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ബ്രിട്ടീഷ് ബന്ധം സൂചിപ്പിച്ചിരുന്ന റോയൽ എന്ന വാക്ക് നീക്കം ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പേര് മാറ്റി. 6 ഓഫീസർമാരും 19 ഭടന്മാരും 4 വിമാനങ്ങളും മാത്രമാണ് തുടക്കത്തിൽ വ്യോമസേനയിൽ ഉണ്ടായിരുന്നത്. 1933 ഏപ്രിൽ 1-ന് ആദ്യ സ്ക്വാഡ്രൺ നിലവിൽ വന്നു. (2025) കണക്ക് പ്രകാരം 2229 വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. റഫാൽ, സുഖോയ്, തേജസ്, മിറാഷ്, ജാഗ്വാർ തുടങ്ങിയ പോർ വിമാനങ്ങളും പ്രചണ്ഡ്, രുദ്ര, ചേതക്, ചിനൂക്ക്, ധ്രുവ് തുടങ്ങിയ ഹെലികോപ്റ്റർ പടയും പുതിയ കാല ചരക്ക് വിമാനങ്ങളും അതിൽ ഉൾപ്പെടുന്നു. മുൻകാല യുദ്ധങ്ങളിൽ എന്ന പോലെ ഇക്കഴിഞ്ഞ മേയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് പ്രകടമായി. ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയി പുത്തൻ അറിവുകളുമായി മടങ്ങിവന്നത് വ്യോമസേനയ്ക്കും അഭിമാന നിമിഷമായി. പോരാട്ടങ്ങളിൽ 62 വർഷം വ്യോമസേനയ്ക്ക് തുണയായി നിന്ന മിഗ് പോർ വിമാനങ്ങൾ സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ എയർഫോഴ്സ് ദിനം കൂടിയാണ് ഇന്ന്. പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംഘർഷഭൂമിയിൽ നിന്നുള്ള ഒഴിപ്പിക്കലിലും ഇന്ത്യൻ വ്യോമസേന നിസ്തുല സേവനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് 24-ന്റെ ബിഗ് സല്യൂട്ട്. റിസർച്ച് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. സമസ്ത മുശാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും. 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട അവലോകനമാണ് പ്രധാന അജണ്ട. സമസ്തയിലെ വിഭാഗീയതയും ചർച്ചയാകും. മുശാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ വൈഫ് ഇൻചാർജ് പരാമർശവും ചർച്ചയായേക്കും. നദ്വിയുടെ പരാമർശം സമസ്തയുടെ അന്തസ്സിന് നിരക്കാത്ത പദപ്രയോഗമായി എന്ന് കാണിച്ച് വിവിധ പോഷക സംഘടനകൾ മുശാവറയ്ക്ക് പരാതി നൽകിയിരുന്നു. സമസ്തയുടെ ഉടമസ്ഥതയിലുള്ള അട്ടപ്പാടിയിലെ 5.5 ഏക്കർ സ്ഥലത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചുവിറ്റതും ചർച്ചയാകും. സുന്നി മഹൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മുശാവറ പരിഹാരം നിർദ്ദേശിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രത്തോട് നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് റാഫി കരീമുണ്ട് വിശദാംശങ്ങളുമായി. റാഫി, പലവട്ടം കോടതി പരിഗണിച്ചതാണ്. ആ ഘട്ടങ്ങളിലൊക്കെയും സംസ്ഥാന സർക്കാരിന് വായ്പ എഴുതിത്തള്ളാമെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിന് അത്തരത്തിലൊരു സഹായം, ഒരു കൈത്താങ് നൽകിക്കൂടാ എന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചതാണ്. അപ്പോഴാണ് അവധി മറുപടി നൽകാൻ ചോദിച്ച് ഇപ്പോൾ ഇന്ന് മറുപടിയുമായി എത്തുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം, ഒപ്പം ദുരന്തബാധിതരും എന്ത് പറയും കേന്ദ്രം ഇക്കാര്യത്തിലെന്ന് കാത്തിരിക്കുന്നത്. തീർച്ചയായും മുൻപ് കേസ് പരിഗണിച്ചപ്പോഴെല്ലാം തന്നെ കേന്ദ്രം ഈ ആവശ്യം നടപ്പാക്കാൻ സാങ്കേതികമായി തടസ്സങ്ങളുണ്ട് എന്നുള്ള മറുപടിയാണ് നൽകിയത്. എന്നാൽ വിശദമായി ഇത് പരിശോധിച്ച ശേഷം ഒരു മറുപടി നൽകാനാണ് കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞത്. സെപ്റ്റംബർ 10-ന് മറുപടി നൽകണമെന്നായിരുന്നു മുൻപ് ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞത്. എന്നാൽ സെപ്റ്റംബർ 10-നും കൃത്യമായൊരു മറുപടി നൽകാത്ത പശ്ചാത്തലത്തിലാണ് പിന്നീട് 3 ആഴ്ച കൂടി സമയം കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇന്ന് കേന്ദ്രം നൽകുന്ന മറുപടി മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ വായ്പകൾ എഴുതി തള്ളുമ്പോൾ കേന്ദ്രത്തിന് എന്തുകൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. കേന്ദ്രം അത്രത്തോളം അശക്തരാണോ എന്നുള്ള ചോദ്യമാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു പടി വരെ കടന്ന് ചോദിച്ചിരുന്നത്. എന്നാൽ ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു കാര്യം ആ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് മാറ്റിയിരുന്നു എന്നുള്ളതാണ് കേന്ദ്രം നേരത്തെ നൽകിയ മറുപടി. എന്നാൽ അതിൽ നിന്ന് കൂടുതൽ വ്യക്തമായ മറുപടി ഇത് പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്.
നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സോളിസിറ്റർ ജനറൽ ഇന്ന് നൽകുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അവർ പല ബാങ്കുകളിൽ നിന്നായി എടുത്ത വായ്പകൾ അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഒപ്പം തന്നെ നിലവിൽ അവരുടെ വരുമാന മാർഗങ്ങൾ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള ആ വായ്പകളുടെ തിരിച്ചടവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിലവിൽ മൊറട്ടോറിയം അടക്കമുള്ള കാര്യങ്ങളിലും ഇന്നത്തെ കേന്ദ്ര സർക്കാർ നിലപാട് വളരെ നിർണായകമാകും. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അവധി പറഞ്ഞ കേന്ദ്രം ഇന്ന് മറുപടിയുമായി എത്തുമ്പോൾ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല നിവാസികളും കേരളവും. CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ കേസിൽ പ്രതിയായ CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. KJ ഷൈനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ലെന്നാണ് ഗോപാലകൃഷ്ണന്റെ വാദം. കേസിൽ ഒന്നാം പ്രതിയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഗോപാലകൃഷ്ണൻ. നേരത്തെ പോലീസ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. കേസിൽ ഇതുവരെ 3 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. വൈപ്പിന്റെ MLA ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിലും CK ഗോപാലകൃഷ്ണനെതിരെ റൂറൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ കിട്ടാൻ വൈകി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ദക്ഷിണ റെയിൽവേ. ചാലക്കുടി സ്വദേശി ശ്രീജിത്തിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് വിശദീകരണം. യാത്രക്കാർ അപായ ചങ്ങല വലിച്ചതാണ് ചികിത്സ ലഭ്യമാക്കാൻ താമസിച്ചതിന് കാരണം. മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയിട്ടും ആംബുലൻസ് സ്റ്റേഷനിലെത്താൻ വൈകിയത് പരിമിതമായ റോഡ് സൗകര്യം മൂലം. റെയിൽവേ ജീവനക്കാർക്കോ സ്റ്റേഷൻ മാസ്റ്റർക്കോ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ടല്ലോ. റെയിൽവേയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണല്ലോ അത്. കൃഷിന പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു വിശദീകരണമാണ് ഈ ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ ട്രെയിനിൽ വരുന്നതിനിടെ യുവാവ് നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നത്. പിന്നീട് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ ഇറക്കിയ ശേഷം അരമണിക്കൂറോളം നേരമാണ് ഈ ആംബുലൻസ് കാത്ത് യുവാവിന് ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കേണ്ടി വന്നത്. ഈ സംഭവം ദൃശ്യം സഹിതം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ജീവനക്കാരെ അടക്കം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന് പറയുമ്പോഴും ജീവനക്കാരെ കൈവിടുന്നില്ല ദക്ഷിണ റെയിൽവേ. ഈ സ്റ്റേഷന്റെ സ്ഥലപരിമിതി, അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് നല്ല റോഡ് സൗകര്യം ഇല്ലാത്തെല്ലാം തന്നെ ഈ ആംബുലൻസ് എത്താൻ വൈകി. ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ TTമാരുടെ ഭാഗത്തു നിന്നോ തന്നെ ഒരു തരത്തിലുള്ള വീഴ്ചകളുമില്ല. ഈ യാത്രക്കാർ പ്രശ്നമുണ്ടാക്കിയത് മൂലമാണ് ഈ ചികിത്സ യഥാസമയം നൽകാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവരുടെ ഈ ട്രെയിൻ എത്തിയ സമയവും ആംബുലൻസ് എത്തിയതും തമ്മിലൊക്കെ നോക്കുമ്പോൾ തന്നെ അരമണിക്കൂറോളം നേരം ഈ ആംബുലൻസ് വൈകി എന്ന കാര്യം ഈ ദക്ഷിണ റെയിൽവേയുടെ തന്നെ ഈ സമയക്രമത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റെയിൽവേ തന്നെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃഷ്ണ, ഒരു സങ്കടകരമായ സാഹചര്യമാണ്. നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ ആളുകൾ വണ്ടി ഇടിച്ചിട്ടൊക്കെ അവരെ തിരിഞ്ഞു നോക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1-2 ആളല്ല, ഒരു ട്രെയിനിലെ യാത്രക്കാരാകെ ഒപ്പം ഇറങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ റെയിൽവേയുടെ ഈ വിശദീകരണം, ഈ യാത്രക്കാർ അവിടെ പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ യാത്രക്കാരുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഈ ഒരു സൗകര്യം ഉണ്ടാക്കാൻ കഴിയാതെ പോയതെന്നൊക്കെ പറയുമ്പോൾ അത് മുളങ്കുന്നത്തുകാവിൽ നിർത്തി. നമ്മുടെ കേരളത്തിലെ റെയിൽവേ ലൈനാണെങ്കിൽ അതിന് പലയിടത്തും സമാന്തരമായി റോഡുണ്ട്. വളരെ വേഗത്തിൽ ഇനി എല്ലായിടത്തേക്കും എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. അല്ല വലിയ വനപ്രദേശമൊന്നുമുള്ള ഇടമൊന്നുമല്ലോ ഈ മുളങ്കുന്നത്തുകാവൊക്കെ. പിന്നെ എന്താണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത്? ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ച എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഗൂഗിൾ ഈ റെയിൽവേയുടെ വിശദീകരണത്തിൽ തന്നെ പറയുന്നുണ്ട്, ആംബുലൻസ് എത്തി 6 മിനിറ്റിനകം തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് വിശദീകരണം. അതായത് തൊട്ടടുത്ത ആശുപത്രി എന്ന് ഉദ്ദേശിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ 6 മിനിറ്റ് ദൂരം മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായിരുന്നതെന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ യുവാവിനെ ഇവിടെ എത്തിച്ചതിന് ശേഷം എങ്കിലും ഈ ആംബുലൻസ് ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഈ അരമണിക്കൂർ വൈകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ട്രെയിൻ മുളങ്കുന്നത്തുകാവ് എത്തുന്നതിന് മുമ്പ് തന്നെ TTമാരടക്കം ബന്ധപ്പെട്ടുകൊണ്ടും ഈ ലോക്കോ പൈലറ്റും ഒക്കെ ബന്ധപ്പെട്ട് ഈ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് നിർദ്ദേശം നൽകി എന്നുള്ളത് തന്നെയാണ് ഈ മരിച്ച ശ്രീജിത്തിന്റെ കുടുംബം അടക്കം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ട്രെയിനിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ അവർ തന്നെ ഈ യുവാവിന് CPR അടക്കം നൽകുന്നു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി ഇതിനകത്തുണ്ടായിരുന്ന ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആദ്യഘട്ടത്തിൽ ഈ യുവാവിന് CPR നൽകുന്നത്. പിന്നീട് ഈ പ്ലാറ്റ്ഫോമിൽ യുവാവ് ഏറെ നേരം കിടക്കുന്ന സമയത്ത് ഈ യാത്രക്കാർ തന്നെ
ഈ പല കമ്പാർട്ട്മെന്റുകളിൽ കയറി ഡോക്ടർമാരുണ്ടോ എന്ന് തിരക്കി ഈ ട്രെയിനിനകത്തുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടറെ എത്തിച്ച് ഈ പ്രാഥമിക ചികിത്സ അടക്കം നൽകിയതാണ്. അപ്പോഴും ഈ യുവാവിന് ചെറിയ പൾസ് കിട്ടിയിരുന്നു. അതായത് ഈ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്തും പൾസ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഈ വനിതാ ഡോക്ടർ പറഞ്ഞിരുന്നത്. അടിയന്തരമായി ഈ ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ആശുപത്രിയിൽ എത്തി ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ ഡോക്ടറും പറഞ്ഞത് അല്പസമയത്തിന് മുമ്പെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാനായേനെ എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതരും ചൂണ്ടിക്കാണിച്ചത്. ഇതോടുകൂടിയാണ് കുടുംബമടക്കം ഈ വിഷയത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബം പോലീസിന് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസും ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേയും ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക ഒറ്റ കാര്യം കൂടി, തൃശൂർ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മുളങ്കുന്നത്തുകാവാണോ തൃശൂരാണോ? ഗൂഗിൾ ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനാണ് തൃശൂർ ഈ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. അതും 5 മിനിറ്റ് മാത്രമാണ് അങ്ങോട്ടേക്ക്, 5-6 മിനിറ്റ് ദൂരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എത്താൻ കഴിയുക, മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷൻ മുളങ്കുന്നത്തുകാവാണ്. അങ്ങനെ വ്യക്തമാണ്. ഇപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ മറുപടി വരുന്ന അല്ലെങ്കിൽ വിശദീകരണം വരുന്നത് തൃശൂരിലാണ് ആംബുലൻസ് സജ്ജീകരിച്ചത്. പക്ഷേ ഏറ്റവും അടുത്ത് മെഡിക്കൽ കോളേജിന് ഏറ്റവും അടുത്തുള്ള മുളങ്കുന്നത്തുകാവിലാണ് യാത്രക്കാർ ഇടപെട്ട് ചങ്ങല വലിച്ചതെന്നാണ് പറയുന്നത്. ഇനി ആ വിശദീകരണത്തിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ എന്താണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഓൺലൈനായാകും യോഗത്തിൽ പങ്കെടുക്കുക. അതേസമയം ബീഹാറിൽ കോൺഗ്രസിനുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ മഹാസഖ്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഇരുപക്ഷത്തും മഹാസഖ്യത്തിനായാലും NDAയ്ക്കായാലും ഈ സീറ്റ് വിഭജനം തലവേദനയാണ്. ഒരു വശത്ത് ചിരാഗ് പാസ്വാൻ അടക്കമുള്ള ആളുകൾ കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് NDAയ്ക്ക് തലവേദനയാവുന്നു. ഇപ്പുറത്ത് മഹാസഖ്യത്തിലും ഇനി ആര് നയിക്കും അല്ലെങ്കിൽ ആരെ മുൻനിർത്തി മത്സരിക്കുമെന്നൊക്കെയുള്ള കാര്യത്തിലുള്ള തർക്കങ്ങളുണ്ടല്ലോ. തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സജീവമായ ചർച്ചയിലാണ് എല്ലാ മുന്നണികളും. അതിൽ ഈ സൂചിപ്പിച്ചതുപോലുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ തേജസ്വി യാദവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങളും ഒക്കെ നേരത്തെ തന്നെ നിലവിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ നേരത്തെ തീരുമാനിക്കണമെന്നൊക്കെ തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നണികൾ പറയുന്നത് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. വളരെ കൃത്യമായി ചർച്ചകൾ ചെയ്ത് ഉടനെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഇന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസിന്റെ യോഗമാണ് ചേരുന്നത്. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇന്ന് യോഗം ചേരുക. അത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുന്നത്. ഇരുവരും ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതേസമയം ബീഹാറിൽ ഇത്തവണ കോൺഗ്രസിനുള്ള നേരത്തെ മത്സരിച്ചതിനേക്കാൾ സീറ്റുകളുടെ ഒരു എണ്ണം കുറയുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പുതിയ പാർട്ടികൾ കൂടി സഖ്യത്തിന്റെ ഭാഗമായത് തന്നെയാണ് അത്തരത്തിലേക്കുള്ളൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഒരു മോശം പ്രകടനമായിരുന്നു കോൺഗ്രസിന്റേതെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതാണ്ട് കോൺഗ്രസിന് 10-ലേറെ സീറ്റുകൾ കുറയുമെന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം ഈ 2 ദിവസത്തിനകം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ ഉള്ളൊരു നീക്കം കൂടിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. NDA സഖ്യത്തിൽ സീറ്റുകൾ സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണയായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BJPയും JDയും ചേർന്ന് ഏതാണ്ട് 205 സീറ്റുകളിൽ മത്സരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം 38 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏതാണ്ട് വൈകാതെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുന്നുണ്ട്. ബീഹാറിൽ മുതിർന്ന നിരീക്ഷകരായി ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ കോൺഗ്രസ് നിയമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയാണ് BJPയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും കളമൊരുങ്ങിക്കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അത് വൈകാതെ തന്നെ അത്തരത്തിലേക്കുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയ ചർച്ചകൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് ചേരും. രാഹുൽ ഗാന്ധി ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഗസയിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറണമെന്ന് ഹമാസ്. ഗൗരവപൂർണവും ഉത്തരവാദിത്തോടെയുമുള്ള ചർച്ചകളാണ് നടത്തുന്നതെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്ണറും ചർച്ചകൾക്കായി ഇന്ന് ഈജിപ്തിലെത്തുകയാണ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഈ ചർച്ചകൾ 2 ദിവസം കഴിയുമ്പോൾ അതിൽ ഹമാസ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പലസ്തീൻ നിർണയം അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നിലപാട് മാറ്റവുമില്ല. ഗസയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിനോട് അനുകൂലമില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് പറയുമ്പോഴും ഹമാസ് പറയുന്ന അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്
ഗോകുൽ, ക്രിസ്റ്റീന, ഇസ്രായേൽ ഹമാസ് ചർച്ചകൾ നമുക്കറിയാം ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് റിസോർട്ടിലാണ് നടക്കുന്നത്. 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാർത്ത, ഖത്താരി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് അൽ താനിയും അതുപോലെ US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാഡ് കൃഷ്ണറും ഒക്കെ ഈ ചർച്ചകളുടെ ഭാഗമാകുവാൻ ഈജിപ്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇതൊരു ലക്ഷ്യത്തിലെത്തിയതിനു ശേഷമേ US പ്രതിനിധികൾ തിരിച്ചു വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ സീരിയസ് ആയിട്ടും അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള മുൻകാല വെടിനിർത്തൽ അനുഭവങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള റിയൽ ഗ്യാരണ്ടീസ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഈ സംഘവും ഹമാസ് സംഘവും ആവശ്യപ്പെടുന്നത്. അതേസമയം ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് എന്ത് ഉറപ്പാണ് നൽകിയതെന്ന് മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചെങ്കിലും ട്രംപ് അതിന് കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു ഉത്തരം നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്, എല്ലാവരും കരാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ സാധ്യമായതെല്ലാം അമേരിക്ക ചെയ്യും. അത് മാത്രമല്ല, ഗസയിലെ സമാധാനം മാത്രമല്ല പശ്ചിമേഷ്യയിൽ മുഴുവൻ സമാധാനത്തിനായി ഇപ്പോഴത്തെ ചർച്ചകൾ വഴി തുറക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന ഗോകുൽ, ഇന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി വൈറ്റ് ഹൗസിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇരുവരും സംയുക്തമായിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. സമാധാനം കൊണ്ടുവരാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ കാനഡ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് കാർണി പറയുകയും ചെയ്തു. കൃഷ്ണ, ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ന്യൂ മാഹി ഇരട്ട കൊലപാതക കേസിൽ വിധി ഇന്ന്. കല്ലായി ചുങ്കത്ത് BJP RSS പ്രവർത്തകരായ മടോമൽക്കണ്ടി വിജിത്ത്, കുറുന്തോടത്ത് ഷിനോജ് എന്നിവരെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്ന കേസിലാണ് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുക. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് ഉൾപ്പെടെ 16 CPIM പ്രവർത്തകരാണ് കേസിൽ പ്രതികൾ. മാഹി കോടതിയിൽ ഒരു കേസിന്റെ വിചാരണയ്ക്ക് ഹാജരായി ബൈക്കിൽ മടങ്ങുന്നതിനിടെ ഇരുവരെയും ബൈക്കിന് നേരെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2010 മെയ് 28-നാണ് സംഭവം. മാഹി പള്ളൂർ സ്പിന്നിംഗ് മില്ലിൽ CPIM പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വിജിത്തിനും ഷിനോജിനും പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. CPIM പ്രവർത്തകരായ T സുജിത്ത്, കൊടിസുനി എന്ന NK സുനിൽകുമാർ, TK സുമേഷ്, KK മുഹമ്മദ് ഷാഫി, TP ഷമിൽ, AK ഷമാസ്, KK അബ്ബാസ്, ചെമ്പ്ര രാഹുൽ, വിനീഷ്, CK രജികാന്ത്, PV വിജിത്ത്, മുഹമ്മദ് രജീഷ്, K ഷിനോജ്, ഫൈസൽ, സരീഷ്, TP സജീർ എന്നിവരാണ് കേസിലെ പ്രതികൾ. CK രജികാന്ത്, മുഹമ്മദ് രജീസ് എന്നിവർ സംഭവശേഷം മരിച്ചു. 2025 ജനുവരി 21-ന് ആരംഭിച്ച വിചാരണ ഓഗസ്റ്റിൽ പൂർത്തിയായി. 44 സാക്ഷികളെ വിസ്തരിച്ചു. 16 പ്രതികളിൽ 1 മുതൽ 6 വരെയും 10 മുതൽ 14 വരെയും പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി പ്രോസിക്യൂഷൻ ചാർജ്. അതിൽ 10ഉം 12ഉം പ്രതികൾ വിചാരണ വേളയിൽ മരണപ്പെട്ടു. 7-8 പ്രതികൾ മറ്റു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന താരതമ്യേന കുറഞ്ഞ കുറ്റമാണ് അവർക്കെതിരെ 7-8 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിഭാഗം 2 സാക്ഷികളെ വിസ്തരിച്ചു. 140 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P പ്രേമരാജനും പ്രതിഭാഗത്തിനായി അഭിഭാഷകരായ CK ശ്രീധരൻ, K വിശ്വൻ എന്നിവരുമാണ് ഹാജരായത്. 24 കണ്ണൂർ. കരൂർ അപകടത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ട് TVK സുപ്രീം കോടതിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഹർജി. ഭരണകൂടത്തിന്റെ അനാസ്ഥയെ തുടർന്നാണ് ദുരന്തമുണ്ടായതെന്ന് TVK. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, മദ്രാസ് ഹൈക്കോടതി ഒരു തവണ തള്ളിയ ആവശ്യമാണ്, പക്ഷേ അതേ കാരണങ്ങൾ, അതേ വാദങ്ങൾ തന്നെയാണോ ഇപ്പോൾ സുപ്രീം കോടതിയിലും TVK ഉന്നയിക്കുന്നത്? ക്രിസ്റ്റീന, ഗൂഗിൾ, ഈ TVK ഉന്നയിക്കുന്ന അല്ലെങ്കിൽ TVK സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്നുള്ളത് നിഷ്പക്ഷമായ അന്വേഷണം ഈ കരൂർ അപകടത്തിൽ വേണം എന്നുള്ളതാണ്. അതിനായി സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം എന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ ഒക്ടോബർ 3 ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹർജി. നിലവിൽ SIT-യുടെ അന്വേഷണം എന്നുള്ളത് നിഷ്പക്ഷമാകില്ല എന്നാണ് TVK ആരോപിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, അത് നിഷ്പക്ഷമാകില്ല എന്ന് ആണ് ആരോപണം. ഭരണകൂടത്തിന്റെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിന് ഇടയാക്കിയത് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ ആൾക്കൂട്ടം ഒത്തുകൂടുമെന്ന് അറിയാമായിരുന്നിട്ടും ഉചിതമായ സ്ഥലം ഈ പരിപാടിക്കായി അനുവദിച്ചില്ല.
ഒപ്പം തന്നെ വലിയ ആൾക്കൂട്ടം എത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമാകുന്ന തരത്തിലുള്ള മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, അത് പോലീസ് വിന്യാസമോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കങ്ങളോ സ്വീകരിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ ഭരണകൂടമാണ് ഇതിൽ ഉത്തരവാദി എന്നുമുള്ള ആരോപണം ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ നേരത്തെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലവിൽ തന്നെ BJP നേതാവ് ഉപ ആനന്ദൻ സമർപ്പിച്ച CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് സുപ്രീം കോടതി. അതോടൊപ്പം തന്നെ TVKയുടെ ഹർജിയും പരിഗണിക്കും സുപ്രീം കോടതി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ അപകടത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം, അത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ സത്യം പുറത്തു വരില്ല എന്നും അത് നിഷ്പക്ഷമാകില്ല എന്നും ഉള്ള കാര്യമാണ് രണ്ട് ഹർജികളിലും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം എന്ന ആവശ്യവും TVK മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ശ്രദ്ധേയം. ശരി, സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. TVK നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മുംബൈയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് മുംബൈയുടെ വ്യോമയാന മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങളും വലിയ പുരോഗതിയും ഉണ്ടാക്കുന്ന നവി മുംബൈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം, വാട്ടർ ടാക്സി അടക്കമുള്ള സൗകര്യങ്ങൾ, വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. മറുവശത്ത് ഇന്ത്യ UK ഫ്രീ ട്രേഡുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടുതൽ ധന സഹകരണത്തിനുള്ള കാര്യങ്ങളുമായി കെയർ സ്റ്റാമറും എത്തുന്നുണ്ടല്ലോ. തീർച്ചയായും കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിനം, യഥാർത്ഥത്തിൽ രാജ്യത്തിനാകെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം. ദുബായിയെ പോലെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മുംബൈയെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് നവി മുംബൈയിലെ ഈ വിമാനത്താവളം. ഒരേ നഗരത്തിൽ തന്നെ 2 വലിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്നതൊരു അപൂർവതയാണ്. ആ ഒരു അപൂർവതയിലേക്കാണ് ഇന്നിപ്പോൾ മുംബൈ നഗരം ചുവടുവെക്കാൻ വേണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 മണിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്നത്. ഇന്നിപ്പോൾ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിലും സർവീസ് ഇന്ന് തുടങ്ങുന്നില്ല. ഡിസംബർ മുതലാകും സർവീസ് തുടങ്ങുന്നത്. എയർ ഇന്ത്യയും ഇൻഡിഗോയും അഗാസയും അടക്കമുള്ള വിമാന കമ്പനികളൊക്കെ തന്നെ സർവീസ് നടത്തും എന്നത് ധാരണയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് അടക്കം ആദ്യഘട്ടത്തിൽ തന്നെ സർവീസ് തുടങ്ങും എന്നതാണ് അറിയുന്നത്. 4 ടെർമിനലുകളാണ് ഈ വലിയ വിമാനത്താവളത്തിൽ ഉണ്ടാവുക. അതിൽ ആദ്യത്തേതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. താമരയുടെ രൂപത്തിലുള്ള മനോഹരമായ ഒരു ടെർമിനലാണ്. ഈ ആദ്യത്തെ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് സർവീസ് തുടങ്ങുമ്പോൾ വർഷത്തിൽ ഏതാണ്ട് 2 കോടി യാത്രക്കാരെങ്കിലും വഹിക്കാൻ കഴിയും എന്നതാണ് ഏതാണ്ട് ഒരു കണക്ക്. അത് ഈ 4 ടെർമിനലുകളും, അതായത് 2029 പൂർണ്ണമായി വിമാനത്താവളം തയ്യാറാവുന്നതോടെ വർഷം 9 കോടി ജനങ്ങളെങ്കിലും യാത്രക്കാരെങ്കിലും വഹിക്കാനുള്ള ശേഷി വിമാനത്താവളത്തിനുണ്ടാകും. ഏതാണ്ട് 3000 ഏക്കറിലധികം വരുന്ന ഭൂമി മലപ്രദേശം ഇടിച്ച് നിരത്തിയാണ് ഒരു വിമാനത്താവളം നിർമ്മാണം പൂർത്തിയാവുന്നത്. 2021 നിർമ്മാണ ജോലികൾ തുടങ്ങുന്നത്. 90കളിൽ തുടങ്ങിയ ആലോചനയാണ് ഒരു വിമാനത്താവളത്തെക്കുറിച്ച്. പിന്നീട് 2018ഓടെ അതിൻ്റെ നിർമ്മാണ ജോലികളുടെ ഉദ്ഘാടനം നടക്കുന്നു. 21 നിർമ്മാണവും തുടങ്ങുന്നു. കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളൊക്കെ മറികടന്ന് വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളമാണ്. 88 ചെക്ക് ഇൻ ഗേറ്റുകൾ ഉണ്ടാകും. സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. പൂർണ്ണമായ ഒരു ഡിജിറ്റൽ വിമാനത്താവളം എന്ന് തന്നെ പറയാം. ഈ ജീവനക്കാരുടെ സഹായമില്ലാതെ സ്വയം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൂർണ്ണമായ ഡിജിറ്റൽ വിമാനത്താവളം എന്ന രീതിയിലൊക്കെ പ്രധാനപ്പെട്ടതാണ്. സൗരോർജ്ജമടക്കം ഉപയോഗിക്കുന്ന തരത്തിൽ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ പുതിയ മാതൃകകളൊക്കെ തന്നെ തീർക്കുന്ന തരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഈ വിമാനത്താവളത്തിൽ ഉണ്ട്. ഏതായാലും തൊട്ടടുത്ത് തന്നെയാണ് നവശേവ തുറമുഖം, രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖം. അതുകൊണ്ട് ഒരു കാർഗോ ടെർമിനൽ, വലിയൊരു കാർഗോ ടെർമിനലും ഈ വിമാനത്താവളത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നിപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. നാളെയാണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാകും ഉണ്ടാവുക. 100ലേറെ ഡെലിഗേറ്റുകൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോടൊപ്പമുണ്ട്. അതിൽ വ്യവസായ പ്രമുഖരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, കൾച്ചറൽ രംഗത്തെ, ഈ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അങ്ങനെ 100ഓളം പേരുമായാണ് പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി
കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വരുന്നത്. ഏതായാലും കഴിഞ്ഞ ജൂലൈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലണ്ടനിലെത്തുകയും അവിടെ വെച്ച് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിഷൻ 2035, അതായത് അടുത്ത 10 വർഷത്തേക്കുള്ള വ്യാപാര രീതികൾ എങ്ങനെയായിരിക്കണം എന്നതടക്കമുള്ളതിൽ ചർച്ചയുണ്ടാവും. വ്യാപാര രംഗത്ത് മാത്രമല്ല, നിക്ഷേപം, ഒപ്പം സാങ്കേതിക വിദ്യ അടക്കമുള്ള സുരക്ഷ, പ്രതിരോധ രംഗം എന്നിവയിലൊക്കെ തന്നെ കൂടുതൽ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചർച്ചയിലൂടെ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ നാളെ നടക്കുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ട പ്രഭാഷണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തും എന്നത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ രാത്രിയോടെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങും. അതുകൊണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായും വിശ്രമമാണ്. നാളെയാണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഷുനാ ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ വിമാനത്താവളം വരുന്നതോടെ കോടിക്കണക്കിന് യാത്രക്കാർ, അതിനപ്പുറത്തേക്ക് വർഷാനുവർഷം കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് നീക്കം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നവി മുംബൈയിലെ പുതിയ വിമാനത്താവളത്തിലൂടെ. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച അന്വേഷണം അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കാനിരിക്കെ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാതലത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് BJP ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. വിവരങ്ങളുമായി MG പ്രതീക്ഷ ചേരുന്നു. പ്രതീക്ഷ, ഇന്ന് പ്രതിഷേധങ്ങൾ നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഭ 2 ദിവസമായി നേരത്തെ പിരിയുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കക്ഷി നേതാക്കളുമായുള്ളൊരു ചർച്ചയിൽ സർക്കാരും സ്പീക്കറും ഒക്കെ പ്രതീക്ഷ വെക്കുന്നുമുണ്ട്. ഗോകുൽ, തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധം കൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണം. അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയൂടിയാണ് പ്രതിപക്ഷം. അത് നിയമസഭയ്ക്ക് അകത്തും പുറത്തും അത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ പ്രതിഷേധമാണ് നിയമസഭ കാണുന്നത്. ഈ പതിവിന് വിപരീതമായി നിയമസഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നലത്തേതിന് സമാനമായി ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്ലക്കാർഡുകളും വലിയ ബാനറുകളും ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കും വരെ ഈ പ്രതിഷേധം തുടരും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അവർ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം പ്രഖ്യാപിക്കണം, ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ഈ ആവശ്യം അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരും, അല്ലെങ്കിൽ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പക്ഷേ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിൽ സ്പീക്കർക്കും വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കക്ഷി നേതാക്കൾ അടങ്ങിയ കാര്യോപദേശക യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഈ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അനുചിതമല്ലെന്നൊരു നിലപാടാണ് ഈ സ്പീക്കർക്കുള്ളത്. ഒപ്പം ഈ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഇന്നലെ ഭരണപക്ഷം ഉയർത്തിയിട്ടുള്ളത്. നോട്ടീസ് പോലും നൽകാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നു. പക്ഷേ അതിന് മറുപടിയായി പ്രതിപക്ഷം നൽകുന്ന കാര്യം, ഈ നേരത്തെ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യ ഉത്തരങ്ങൾ പോലും കൃത്യമായി നൽകുന്നില്ല. ഈ നേരത്തെ നിയമസഭയിൽ നൽകിയ ചോദ്യങ്ങൾക്ക് ഈ അന്വേഷണം നടക്കുന്നു എന്നുള്ള മറുപടി മാത്രമാണ് ഈ ഭരണപക്ഷം നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിമർശനമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ സർക്കാരിന് നിലവിൽ പ്രതിരോധം തീർക്കാൻ ചില വിഷയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടിയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കമായിരിക്കും സർക്കാർ പ്രതിരോധം തീർക്കുന്നത്. പക്ഷേ ഈ വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. സഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. BJPയും CBI അന്വേഷണമാണ് നിലവിൽ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് അങ്ങനെ കനക്കുമ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, പ്രതീക്ഷ, അന്വേഷണത്തിലേക്ക് വന്നാൽ ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കട്ടള കൂടി അങ്ങനെ കട്ടുകൊണ്ടുപോയി എന്ന വിവരം പുറത്തു വരുന്നു. അത് ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് തന്നെ അത് ചെമ്പന്ന് രേഖപ്പെടുത്തി കൊടുത്തുവിട്ടു എന്ന വിവരം ഇന്നലെ മുരാരി ബാബുവിന്റെ വായിൽ നിന്ന് തന്നെ വരികയും ചെയ്തു. ഇനി 2 ദിവസമാണ് മുന്നിലുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസിന്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണം കട്ടളയിലേക്ക് കൂടി പോകണ്ടേ?
ഗൂഗിൾ തീർച്ചയായും. കാരണം സ്വർണ്ണ പാളിക്ക് സമാനമായി തന്നെ ഗുരുതരമായ കണ്ടെത്തലാണ് ഈ ലഭിച്ചിരിക്കുന്നത്. ഈ 2019 മാർച്ച് മാസമാണ് ഈ ചെമ്പെന്ന പേരിൽ അവിടുത്തെ കട്ടളയും അവിടെ നിന്ന് കടത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള കൃത്രിമത്വം നടത്തിയിട്ടുണ്ടോ, അത് സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ, തിരികെ എത്തിച്ചത് യഥാർത്ഥ കട്ടളയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. കാരണം ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുകയും ഇവരുടെ ഇടപെടലുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുകളിൽ ദേവസ്വം കമ്മീഷണറും ദേവസ്വം സെക്രട്ടറിയും ഒക്കെ തന്നെ ഉണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസ് പരിശോധിക്കുക. അതുൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സ്ട്രോങ് റൂം തുറന്ന് നടത്തിയ പരിശോധനയിലും കൂടുതൽ വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണ പാളികളുടെ ഈ ഫോട്ടോകളും വീഡിയോകളും ഇന്നത്തെ ഈ നിലവിലെ സ്വർണ്ണ പാളികളുമായി ദേവസ്വം വിജിലൻസ് ഒത്തുനോക്കിയിട്ടുണ്ട്. ഈ താരതമ്യ പരിശോധനയിലടക്കം നിർണായക വിവരങ്ങൾ പുറത്തുവരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കുക. ഇനി നോക്കാം പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. തൃശൂർ ജില്ലയിലെ എടക്കുന്നി, കുട്ടനെല്ലൂർ, തൈക്കാട്ടുശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ. കോഴിക്കോട് കൊയിലാണ്ടി, കണ്ണൂർ ടൗൺ, കണയങ്കോട്, കുട്ടോത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് അറിയിപ്പ്. ESI സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പരിഗണിക്കാൻ പരാതി പരിഹാരമേള നടത്തുന്നു. ESI കോർപ്പറേഷൻ എറണാകുളം സബ് റീജിയണൽ ഓഫീസിൽ ഇന്ന് വൈകിട്ട് 3-നാണ് പരിപാടി. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. മെഡിസബ് പദ്ധതിക്ക് കീഴിൽ 6 മാസ കാലയളവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം ഈ മാസം 15-ന് രാവിലെ 11 മണിക്ക്. ചില ദേശീയ വാർത്തകൾ കൂടി ചുരുക്കത്തിൽ നോക്കാം. രാജസ്ഥാനിൽ ജയ്പൂരിൽ LPG സിലിണ്ടറുകൾ വഹിച്ച് ട്രക്ക് മറിഞ്ഞ് 3 വാഹനങ്ങൾ കത്തിനശിച്ചു. അപകടം അങ്ങേയറ്റം ദാരുണമെന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിലുണ്ടായ ബസ് അപകടത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. യാത്രക്കാർ അവശിഷ്ടങ്ങൾക്കിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിവരം. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18 ആയി. ഇതോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.